ഈ വീഡിയോയിൽ ഹമാസ് ഡീപ്ലി കൺസേൺഡ് എന്നതിനെ കുറിച്ചാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഗാസയിലുള്ള ജനങ്ങളെ കുറിച്ചല്ല അവർ ഇത്രമാത്രം ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് ഈ ഹമാസ് എന്ന് പറഞ്ഞ ആ ഒരു പ്രസ്ഥാനം ഗാസയിൽ നിന്നും വെളിയിൽ പോകേണ്ടി വരുമല്ലോ എന്നുള്ളതിനെ ഓർത്തിട്ടാണ് അവർ ദുഃഖിച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ ഗാസയിലുള്ള ജനങ്ങളെ കുറിച്ച് അവർക്ക് ഒരു രീതിയിലുള്ള കൺസേണും ഇല്ല. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാസയിലുള്ള ജനങ്ങൾ മരിക്കുന്നതിനോട് യാതൊരുവിധ ഒരു കൂസലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ ഹമാസ്. അതുകൊണ്ടാണ് അവരെ മനുഷ്യ കവചമായിട്ട് അവർ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കതൊരു വിഷയമല്ല എന്നുള്ളതാണ്. കാരണം അവിടെയുള്ള ആൾക്കാർ അതിനുവേണ്ടി ജനിച്ച ആൾക്കാരാണെന്നാണ് അവർ കരുതുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ എൻറ്റയർ മുസ്ലിം വേൾഡിന്റെ ഒരു ടാസ്ക് ആയിട്ടുള്ള ഈ ഒരു ജൂവിഷ് സ്റ്റേറ്റിനെതിരെ നിലകൊള്ളുക എന്നുള്ളതിൽ ഈ ഒരു ഗാസയ്ക്ക് വരുന്ന പങ്ക് എന്ന് പറഞ്ഞാൽ അതിനിർണായക പങ്കാളിത്തമാണ്. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവര് ഗാസ ജനങ്ങളെ കുറിച്ച് അത്രമാത്രം ബോധവാന്മാരാവാത്തത്. അത് അവരെ ഒട്ടും ബോധേഡാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത് നെതന്യാഹു ഒരു മാസ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സൗദിയിൽ നിന്നും സൗദി ഭരണകൂടം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, MBS ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, അതായത് ഇസ്രായേൽ നോർമലൈസേഷനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് പാലസ്തീനിയൻ സ്റ്റേറ്റ്, ആ ഒരു 2 സ്റ്റേറ്റ് തിയറിയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള സംസാരമാണ് അവരെപ്പോഴും കൊണ്ടുവരുന്നത്. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം, യുദ്ധത്തിൽ വിജയിച്ച് സ്ഥലം ഏറ്റവും കൂടുതൽ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന ആൾക്കാർ, അതായത് ഒരു യുദ്ധം നടക്കുമ്പം എതിരാളികൾക്ക് ഒരുപാട് കാഷ്വാലിറ്റീസ് സംഭവിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റീസ് സംഭവിച്ച ആൾക്കാർ ആരാണെന്ന് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഹമാസ് തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥലം നഷ്ടപ്പെടും. അവർ ഈ യുദ്ധത്തിൽ വിജയിക്കുന്ന ആൾക്കാർ കൂടുതൽ സ്ഥലം കയറി പിടിക്കും. അത് തന്നെയാണ് അന്നോട്ട് ഇന്ന് വരെയുള്ള ഒരു ശീലം, അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സ്ഥലം കയ്യിലാക്കി വെച്ചിരിക്കുന്ന ആരാണ്? ഇസ്രായേൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും യുദ്ധം നടത്തി പിടിച്ചടക്കിയ സ്ഥലങ്ങളാണ് അതൊക്കെ. ഇനി ഇസ്രായേൽ വിജയിച്ചവൻ തീരുമാനിക്കും അത് വിട്ടുകൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ ഇവിടെ വിജയിച്ചിരിക്കുന്ന ആരാണ്? ഇസ്രായേലാണ്. ആ കാരണം ഏറ്റവും കൂടുതൽ സ്ഥലം. നിങ്ങൾ ആരെടുത്താണ് കിടന്ന് മത്സരിക്കുന്നത്? ഞങ്ങൾക്ക് 2 സ്റ്റേറ്റ് വേണം, 2 സ്റ്റേറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആകാശത്ത് നിന്ന് ഇങ്ങനെ മത്സരിക്കുകയല്ലോ. നിങ്ങൾക്ക് ഓപ്പോണന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്, അതാണ് ഇസ്രായേൽ. അവരെടുത്താണ് നിങ്ങൾ കിടന്ന് ഈ കാല് പിടിക്കുന്നത്, ഞങ്ങൾക്ക് 2 സ്റ്റേറ്റ് തരണം എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ നിങ്ങൾ വേറെ ആരെടുത്തല്ലോ പോകുന്നത്. അപ്പൊ വിജയി ആരാണ്? നിങ്ങൾക്ക് 2 സ്റ്റേറ്റ് തരേണ്ടത്? അപ്പൊ അവർ തന്നെയാണ് വിജയി. അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. യുദ്ധത്തിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ വിജയികളില്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാറ്റസ്ട്രോഫിക് പരാജയമാണ്. യുദ്ധത്തിൽ നഷ്ടങ്ങളെ ഉണ്ടാവുള്ളൂ, യുദ്ധത്തിൽ വിജയം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ യുദ്ധത്തിൽ വിജയം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ ഓഫ് സെറ്റിൽമെന്റ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെറ്റിൽമെന്റിലേക്ക് വരുമ്പോഴത്തേക്കും അമിക്കബിളി രണ്ടുപേരെയും സെറ്റിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരാണ് തീരുമാനിക്കേണ്ടത്? ആ തീരുമാനം എടുക്കേണ്ട പവർ എവിടെയാണോ ഉള്ളത് അവൻ തന്നെയാണ് വിജയി. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ തീരുമാനം എടുക്കേണ്ട പവർ ഉള്ളത്, അതോറിറ്റി ഉള്ളത് ഇസ്രായേലിന്റെ കയ്യിലാണ്. അതായത് നിങ്ങൾക്ക് ഗാസ നിലനിർത്തണോ, അല്ലെങ്കിൽ ഗാസയിലെ ഉള്ളിൽ ജനങ്ങളെ പാർപ്പിക്കണോ, അല്ലെങ്കിൽ ഗാസയിൽ നിന്നും പുറത്താക്കണോ, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇസ്രായേലുമായിട്ട് ചേർന്ന ആ ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി ആയിരിക്കും തീരുമാനിക്കുന്നത്. നേരെ മറിച്ച് ഇപ്പം അറബ് കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. കാരണം ഇവർ അത്രമാത്രം എക്യൂപ്ഡ് അല്ല. ഇവരുടെ അടുത്ത് ഈ അറബ് കമ്മ്യൂണിറ്റീസിന്റെ അടുത്ത് ഇത്രമാത്രം സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് ഡിപ്ലോയ് ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള യുദ്ധതന്ത്ര മുറകളോ ഇവർക്ക് ഇല്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അത് അംഗീകരിച്ചേ പറ്റൂ. ഒരുവിധമുള്ള അറബ് രാഷ്ട്രങ്ങൾക്ക് എല്ലാം തന്നെയും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, US ആണെങ്കിൽ കട്ടയ്ക്ക് ഇസ്രായേലിന്റെ ചേരിയിലുമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. അപ്പൊ ഇതിനകത്ത് ഞങ്ങൾ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫേക്ക് ആയിട്ട് നറേറ്റീവ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നടന്നതൊക്കെ ശരി തന്നെ. നിങ്ങൾ ഈ ഹോസ്റ്റേജിനെയൊക്കെ, നിങ്ങൾ ഈ ബന്ദികളെയൊക്കെ വിട്ടുകൊടുക്കുമ്പോൾ കുറെ ആഘോഷങ്ങളൊക്കെ നടത്തി, അതൊക്കെ വസ്തുതാപരമായിട്ട് കാര്യമാണ്, ഇല്ല എന്നില്ല. പക്ഷെ അത്രയേ ഉള്ളൂ, ആ ഒരു ആഘോഷം മാത്രമേ ഉള്ളൂ. അത് മാത്രം വിചാരിച്ചാൽ മതി. ഇനിയിപ്പോ ഹമാസ് ഇവിടുന്ന് കെട്ടിപ്പറക്കി പലായനം ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിനെ ചൊല്ലി ഒരു 2 സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഇപ്പം സൗദി അറേബ്യ നിലകൊള്ളുന്നുണ്ട്. അപ്പൊ സൗദി അറേബ്യയ്ക്ക് ഒരു മറുപടി നെതന്യാഹു കൊടുത്തിരിക്കുകയാണ്. എന്താണ്? വളരെ മാസ് ആയിട്ടുള്ള ഒരു മറുപടിയാണ്. താഴെ ഞാൻ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയോളൂ. അതായത് പാലസ്തീനിയൻ സ്റ്റേറ്റ് ഉണ്ടാക്കാമല്ലോ, ഒരു കുഴപ്പമില്ല, അത് സൗദി അറേബ്യയ്ക്ക് ഉള്ളിൽ ഉണ്ടാക്കിയാൽ മതി, അതെന്തായാലും ഇസ്രായേലിന്റെ അടുത്ത് ഉണ്ടാക്കേണ്ടതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലും വലിയ മറുപടി ഇനി സ്വപ്നങ്ങളിൽ മാത്രമേ കൊടുക്കാനാവൂ. പിന്നെ വൈറ്റ് ഹൗസിന്റെ സ്പോക്സ് പേഴ്സൺ, ട്രംപിന്റെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞിരിക്കുന്നത് IDF മസ്റ്റായിട്ടും ഫെബ്രുവരി 18 ലെബനാന്റെ സദൻ ലെബനാൻ ഭാഗത്ത് നിന്ന് പൂർണ്ണമായിട്ട് വിഡ്രോവൽ ചെയ്യണം എന്നാണ്. മനസ്സിലായി? അതായത് സീസ് ഫയർ ഒബേ ചെയ്ത് 18 വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നത്. അത് പൂർണ്ണമായിട്ടും അത് ഒബേ ചെയ്ത് IDF പൂർണ്ണമായിട്ടും പിൻവലിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊരു ചെറിയൊരു നെഗോസിയേഷൻ കൂടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് വേറെ ഒന്നുമില്ല, ഇസ്രായേലിന്റെ ആ ഒരു ഭാഗത്തേക്ക് കുറച്ച് ബഫർ സോൺ എക്സ്ട്രാ എടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരു ബഫർ സോൺ എക്സ്റ്റെൻഡഡ് ഏരിയ ആയിട്ട് ആ സദൻ ലെബനാൻ ഭാഗത്ത് ഇസ്രായേൽ കുറച്ച് സ്ഥലം ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതോടുകൂടി ഒരു സീസ് ഫയർ അവിടെ നിലവിൽ വരും ഫെബ്രുവരി 18 മുതൽ. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് ഇസ്രായേലിനും പൂർണ്ണ സമ്മതം തന്നെയാണ്. ഈ ഒരു സീസ് ഫയർ ഫെബ്രുവരി 18 ഒബേ ചെയ്യും എന്നുള്ള ഒരു അനൗൺസ്മെന്റ് ഓൾറെഡി US ഭാഗത്ത് നിന്ന് വന്ന ഉടനെ തന്നെ
അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുകയാണ്. എവിടെ നിന്നാണ്? സിറിയയുടെ ഭാഗത്ത് നിന്ന്. HTS അവരുടെ ഒരു ബോർഡർ. കാരണം ഇത്രയും നാളും ഇസ്രായേൽ സദൻ ലെബനാൻ ഭാഗത്തുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഹെസ്ബുള്ള കൂടുതൽ അവിടെ വലിയ തോതിൽ തലയും പൊക്കിക്കൊണ്ട് അവിടെ വന്നില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ട് ഇരുന്നത് സിറിയയിലെ HTS ആണ്. HTSനും ഹെസ്ബുള്ളയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആവില്ല. കാരണം അവര് സുന്നികളും ഇവര് ഷിയാക്കളുമാണ്. അപ്പൊ എന്തായാലും അടി ഉറപ്പായിട്ട് നടക്കും. ഇസ്രായേൽ അവിടെ നിന്ന് പുറകോട്ട് വലിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി ഉറപ്പാണ്, മസ്റ്റായിട്ട് സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് HTSന്റെ ആർമി ഇപ്പൊ കുറച്ച് ലെബനാന്റെ ഭാഗത്തോട്ട് ബോർഡർ ഏരിയയിലോട്ട് നീങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു ഹെസ്ബുള്ളയുടെ കടന്നുകയറ്റം സിറിയയിലേക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ബോർഡർ ലൈൻ സെക്യൂർ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു സിറിയ ലെബനാൻ യുദ്ധം, ഇതൊരു ഹെസ്ബുള്ളയുമായിട്ടുള്ള ഒരു യുദ്ധം നടക്കാനുള്ള സാധ്യതയുണ്ട്. യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ പോലെ അറ്റാക്ക് ചെയ്യാനുള്ള പവറോ കപ്പാസിറ്റിയോ ഈ വക യുദ്ധങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയോ ഒന്നും അവർക്കില്ല. അവരുടേതായിട്ടുള്ള രീതിയിൽ മറ്റേ തോക്കും അതേപോലെ ഈ ചെറിയ അമ്യൂണിഷൻസും റോക്കറ്റുകളൊക്കെ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിംഗ് തുടങ്ങുമായിരിക്കും. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഹെസ്ബുള്ളയുടെ കപ്പാസിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അത് ഇരിക്കുന്നത്. ഇസ്രായേൽ സീസ് ഫയർ ഒബേ ചെയ്ത് പിൻവാങ്ങുമ്പോഴത്തേക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇറാന്റെ ഒരു ഡോമിനൻസ് അവിടെ വരുന്നത്. പക്ഷെ അവിടെ USA ഒരു ചെക്ക് പോയിന്റ്, ഇപ്പോഴത്തെ ലെബനാൻ ഗവൺമെന്റിന് ഒരു ചെക്ക് പോയിന്റ് വെച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, USA പറഞ്ഞിരിക്കുന്നത് റെഡ് ലൈൻ, നിങ്ങൾ കൃത്യമായിട്ട് റെഡ് ലൈൻ പാലിക്കുക. എന്തുമായിട്ട്? ഹെസ്ബുള്ളയുമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് പാലിക്കേണ്ടതുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ US-ന്റെയും സൗദിയുടെയും സപ്പോർട്ട് ഈ നിലവിലുള്ള ഗവൺമെന്റിന് കുറയും. കാരണം ഇപ്പൊ ഇരിക്കുന്നത് ട്രംപ് ആണ്. അപ്പൊ അതുകൊണ്ട് തോന്നുന്ന രീതിയിൽ ഫണ്ട് US-ൽ നിന്ന് വരത്തില്ല. US-ൽ നിന്ന് ₹1 പുറത്തു പോകുന്നെങ്കിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. പഴയതുപോലെ അങ്ങ് എടുത്തു വാരി തരാൻ ആൾക്കാർ അവിടെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഹെസ്ബുള്ളയുമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാന്നുള്ള ഒരു വാണിംഗ് ആണ് ലെബനാൻ സർക്കാരിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇറാൻ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ആയത്തുള്ള ഖമനിക്കൊക്കെ വയസ്സായി. അപ്പൊ ഈ സ്വർഗത്തിനെ കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ സ്വപ്നത്തോടു കൂടി ജീവിക്കുന്ന ഒരു പ്രായമാണ് ഈ ഒരു വയസ്സായ ഒരു പ്രായം എന്ന് പറയുന്നത്. ആത്മീയതയിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു പ്രായമാണ് കുറച്ച് വയസ്സായ സമയം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഖമനേയി ഒരിക്കലും USA-യുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള പെസസ്കിയാന് ഏറ്റവും കൂടുതൽ US-യുമായിട്ട് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ന്യൂക്ലിയർ ഡീലുമായിട്ടൊക്കെ മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എണ്ണ വ്യാപാരത്തിനുള്ള സാങ്ഷൻസ് ഒക്കെ ഒന്ന് മാറി കുറച്ചൊക്കെ പൈസയൊക്കെ ഉണ്ടാക്കാന്നുള്ള ഒരു ചിന്തയൊക്കെ ഈ പെസസ്കിയാൻ എന്ന് പറഞ്ഞ ഒരാൾക്കുണ്ട്. പക്ഷേ ഈ ആയത്തുള്ള ഖമനേയി ഈ ഒരു വയസ്സൻ എവിടെ ഇരുന്നുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു തമാശ. കാരണം ഇസ്രായേലിനും US-നും എതിരെ നിൽക്കുക എന്നുള്ളത് അവരുടെ റിലീജിയസ് പോളിസിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു റിലീജിയസ് പോളിസിയെ വയലേറ്റ് ചെയ്തുകൊണ്ട് സ്വർഗരാജ്യം നഷ്ടപ്പെടുത്താനൊന്നും ഈ ഒരു ആയത്തുള്ള ഖമേനി ഇപ്പൊ താല്പര്യപ്പെടുന്നില്ല തൽക്കാലം. US വളരെ ശരിയായ തീരുമാനങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് എക്സ്പേർട്സും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹമാസിനെ ആ ഒരു സ്ട്രിപ്പിൽ നിന്നും പൂർണ്ണമായിട്ടും തുടച്ചു നീക്കും. എന്തിനു മുമ്പായിട്ട്? അവിടെ റീകൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട്, ഗാസ റീബിൽഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. റീബിൽഡ് എന്ന് പറഞ്ഞിട്ട് US ഉദ്ദേശിക്കുന്ന കാര്യം വേറൊന്നുമല്ല, അവിടെ വീട് പണിയാനുള്ള കാര്യമല്ല പറയുന്നത്. ആ ഒരു ഗാസ പറഞ്ഞ രീതിയിൽ റിയൽ എസ്റ്റേറ്റ് ടൂറിസ്റ്റ് മെത്തേഡ് മാതൃകയിലാണ് അത് ബിൽഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെയാണ് വാർത്തകളൊക്കെ വരുന്നത്. പിന്നീട് എന്തെങ്കിലും പ്ലാൻ ചേഞ്ചസ്, ഇവരുടെ ഒരു നെഗോസിയേഷന്റെ, അറബ് രാഷ്ട്രങ്ങളുടെ നെഗോസിയേഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വന്ന് അവിടെ കൺസ്ട്രക്ഷൻസ് ഒക്കെ റീബിൽഡിംഗ് മെത്തേഡിൽ തുടങ്ങിയാലായി. അങ്ങനെ ഗാസ ജനങ്ങൾക്ക് വീട് പണിയാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്ക അവിടെ പോയി പണിയാൻ പോകുന്നില്ല. അതിന് തീർച്ചയായിട്ടും അവരുമായിട്ട് ബന്ധപ്പെട്ട ഖത്താർ ഉൾപ്പെടെയുള്ള അറബ് രാഷ്ട്രങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ടായിരിക്കും ആ ഒരു നീക്കങ്ങളൊക്കെ നടക്കാനുള്ളത്. പക്ഷെ ഇപ്പൊ നിലവിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ എന്തെങ്കിലും രീതിയിൽ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഹമാസ് പുറത്തു പോയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് US തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ഹമാസിന്റെ മേളിൽ വരുന്ന പ്രഷർ. ഇനിയിപ്പോ ഈ അറബ് രാഷ്ട്രങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഈ ഒരു ഹമാസിനെ പുറത്താക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പൊ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇവര് തന്നെ എത്തിപ്പെടും. ഇപ്പൊ ഇവർ എന്ത് ഫേസ് വെച്ചുകൊണ്ടാണ് ഈ അറബ് രാഷ്ട്രങ്ങൾ ട്രംപിന്റെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്? അതായത് ഇനി ഇതേപോലെ ഗാസ ഇങ്ങനെ വീണ്ടും തുടർന്ന് ഇങ്ങനെ കൊണ്ടുവരണം, ഹമാസിന്റെ കയ്യിൽ തന്നെ ഭരണം ഏൽപ്പിക്കണം, അല്ലെങ്കിൽ പാലസ്തീനിയൻ അതോറിറ്റി കൊണ്ട് ഏൽപ്പിക്കണം എന്നാണ്. ഒരിക്കലും ഈ ഒരു കോംപ്രമൈസിന് അയാൾ സമ്മതിക്കത്തില്ല. അയാൾ പറയും നിങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുക, ആ തീവ്രവാദികളെ പിടിച്ച് ആദ്യം പുറത്താക്കെന്ന് പറയും. അത് പുറത്താക്കിയിട്ട് നിങ്ങൾ വാ നമുക്കിരുന്ന് സംസാരിക്കാന്ന് പറയും. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. യുവമാർ തന്നെ ഈ ഒരു ഹമാസിനെയൊക്കെ പിടിച്ച് പുറത്താക്കേണ്ട അവസ്ഥയിൽ, ഈ ഒരു അറബ് രാഷ്ട്രങ്ങൾ തന്നെ സ്വമേധയാ ഹമാസിനെയൊക്കെ പിടിച്ച് പുറത്താക്കേണ്ട അവസ്ഥയിൽ എത്തിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഭാവി. അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ടെഡ് ക്രൂസ് എന്ന് പറയുന്നത് US-ന്റെ സെനറ്ററാണ്. US-ന്റെ സെനറ്റർ പറഞ്ഞിരിക്കുന്നത് ബൈഡൻ ഗവൺമെന്റ് ഒരുപാട് മില്യൺ കണക്കില് പൈസ ഈ ഹമാസിന് ഒഴുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ പുള്ളി വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ്. ഇത് കാരണം മുൻകൂട്ടി പറഞ്ഞതാണ്, കാര്യം വേറെ ഒന്നുമില്ല. ഓൾറെഡി തന്നെ ഈ ഡോഡ്ജ് എന്ന് പറഞ്ഞ ആ ഒരു എലോൺ മസ്കുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സംവിധാനത്തിലൂടെ ഈ ബൈഡൻ ഗവൺമെന്റ് ചെയ്ത എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇത് മാത്രം എന്താണ് പുള്ളി മറച്ചു വയ്ക്കുന്ന പറഞ്ഞിട്ട് പുള്ളി അങ്ങ് ഓപ്പൺ ആയിട്ട് അങ്ങ് തട്ടിവിട്ടതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പെങ്കിൽ ഈ ടെഡ് ക്രൂസ് ഇതിനെ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ജെന്റിൽമാൻഷിപ്പ് കൊടുക്കാമായിരുന്നു. ഇപ്പൊ എല്ലാ ഉടായ്പകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വിളിച്ചു പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഇനി നമുക്ക് പതിയെ കുറച്ച് ഇന്ത്യയിൽ നമ്മൾ മിസ് ചെയ്തു പോയ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ ഫോക്കസ് ചെയ്യാം. അപ്പൊ അതിനകത്ത് ശരിക്കും ബാറാമുള്ള, ജമ്മു ആൻഡ് കാശ്മീർ മേഖലയിൽ
തീവ്രവാദികൾ പതുക്കി വെച്ചിരുന്ന കുറച്ച് ആയുധങ്ങളും ഇമ്മ്യൂണിഷൻസ് ഒക്കെ കണ്ടുകിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഭാഗത്ത് തീവ്രവാദികൾ വന്നു പോകുന്ന സഞ്ചാരമുള്ള ഒരു മേഖലയായിട്ടാണ് കരുതപ്പെടുന്നത്. അവിടെ സെക്യൂരിറ്റി മെഷേഴ്സ് അവിടെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ അമേരിക്കയുമായിട്ട് ഒരു 10 വർഷത്തെ ഡിഫൻസ് സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എഗ്രിമെന്റിന് ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് വേറെ ഒന്നുകൊണ്ടല്ല, പ്രൈം മിനിസ്റ്റർ മോദി 13-ാം തീയതി ട്രംപുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് വാഷിംഗ്ടൺ DC-യിൽ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മളുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗും അതേപോലെ US-ന്റെ ഡിഫൻസ് മിനിസ്റ്റർ അഥവാ ഡിഫൻസ് സെക്രട്ടറി എന്നാണ് അവർ പറയുന്നത്, പീറ്റർ ഹെഗ്സെത്ത്, ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ടെലിഫോൺ കോൺവെർസേഷൻ നടത്തി. അതിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന് ഈ ഒരു ഡ്രാഫ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്നത്. ഈ എഗ്രിമെന്റ് US-ഉമായിട്ടുള്ള മീറ്റിംഗിൽ, അതായത് പ്രൈം മിനിസ്റ്റർ മോദിയും ട്രംപും തമ്മിലുള്ള മീറ്റിംഗിൽ ഇത് മെയിൻ ഫോക്കസ് പോയിന്റ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. 10 വർഷത്തേക്കുള്ള ഡിഫൻസ് സഹകരണമായിട്ട് ബന്ധപ്പെട്ട കരാറാണ് ഈ ഒപ്പുവയ്ക്കാൻ പോകുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ടും ഗവൺമെന്റ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾ, അതേപോലെ സ്റ്റാർട്ടപ്പ് കമ്പനീസ്, ബിസിനസ് സെക്ടർ, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു കരാർ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പൂർണ്ണമായിട്ടുള്ള സഹകരണം രണ്ട് രാജ്യങ്ങളും തമ്മിൽ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് ആണിത്. ഈ ഞാൻ പറഞ്ഞ 4 മെയിൻ സെക്ടറിന് കീഴിൽ വരുന്ന പലതരത്തിലുള്ള ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു കരാർ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ US-ഇന്ത്യ കോംപ്രഹെൻസീവ് എഗ്രിമെന്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഇന്ത്യ GE എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയുമായിട്ട് 40 വർഷമായിട്ട് സഹകരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തോ സാഹചര്യം വെച്ചാൽ ഈ ഒരു നമ്മുടെ HAL എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയിൽ നിന്നും ഈ നമ്മൾ തേജാസിന്റെ ഒരു മാനുഫാക്ചറിങ്ങിന് ഡിലേ ആയിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഈ ഒരു GE കമ്പനിയിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള എഞ്ചിൻ അത് കൃത്യമായിട്ട് നമുക്ക് മാനുഫാക്ചർ ആയി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് കരുതുന്നത്. പിന്നെ GE കമ്പനി വിളിക്കുകയും സംസാരിക്കുകയും നെഗോഷിയേറ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നെഗോഷിയേറ്റ് മീൻസ് പണത്തിന്റെ ഇടപാടിന്റെ കാര്യത്തിലല്ല, നെഗോഷിയേറ്റ് മീൻസ് ഈ ഒരു ഡിലേയുടെ കാര്യത്തിൽ, ഈ ഒരു ഡിലേ ആകുന്നതിന്റെ കാര്യത്തിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അൾട്ടിമേറ്റ്ലി ഈ ഒരു ഫ്ലൈറ്റ് മാനുഫാക്ചറിങ് ഡിലേ ആവുന്നുള്ളതാണ് കാരണം. വേറെ ഒന്നുമല്ല, അമേരിക്കയിൽ നിന്നും വല്ല ഫ്ലൈറ്റ് വല്ല മേടിക്കാനുള്ള ഒരു കരാറിനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ GE ഇങ്ങനെ ഒരു സ്ട്രാറ്റജിക് പ്ലേ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ട്രംപ് വന്ന സ്ഥിതിക്കെങ്കിലും വേറെ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാന്ന് പറഞ്ഞ് ഒരു എഗ്രിമെന്റെങ്കിലും കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും ഈ ഒരു എഞ്ചിൻ റിലീസായി കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അങ്ങനെയും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഫ്രാൻസും അതുപോലെ മറ്റു രാജ്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഓപ്ഷൻ തന്നതാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. ഈ GE എഞ്ചിന്റെ പുറകിൽ ഈ ഒരു തേജാസ് ഇങ്ങനെ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി. ഇപ്പോഴും ഈ ഒരു HAL എന്ന് പറഞ്ഞ കമ്പനി ഡിഫൻസിന് ഒരു പ്രോമിസ് കൊടുത്തിരിക്കുകയാണ്. എന്താണ്? ഈ വർഷം ഒരു 20, അടുത്ത വർഷം ഒരു 20, അങ്ങനെ ഒരു 40 എണ്ണം 2 വർഷം കൊണ്ട് ഡെലിവറി ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് അവരെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാരണം ഈ ഒരു എഞ്ചിൻ ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? പ്രൈം മിനിസ്റ്റർ മോദി പോകുമ്പോഴത്തേക്കും ഈ ഒരു GE എഞ്ചിനെ കുറിച്ചുള്ള ഈ ഒരു ഫ്ലൈറ്റ് എഞ്ചിനെ കുറിച്ചുള്ള ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ മോദിയെ കാത്ത് അവിടെ ഒരാൾ ഇരിപ്പുണ്ട്, വേറെ ആരുമില്ല, ഇലോൺ മസ്ക് ഇന്ത്യയിൽ പുള്ളിക്കാരന്റെ ഒരു ഓപ്പണിങ്ങിനെ കുറിച്ച് തീർച്ചയായിട്ടും ഇത്തവണ ചിന്തിക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്തവണ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള നെഗോസിയേഷൻ പുള്ളിക്ക് കാഴ്ചവെക്കാൻ കഴിയും. കാരണം US-ൽ ചില നിർണായക റോളുകൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് US ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപാടുകൾ നടത്താനും ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമായിട്ട് മാറിയിരിക്കുകയാണ് എലോൺ മസ്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ അയഞ്ഞ് സംസാരിക്കേണ്ടി വരും ഇത്തവണ. അപ്പൊ ആ ഒരു രീതിയിലുള്ള നെഗോസിയേഷനിലുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം അങ്ങോട്ട് കയറി പോകാൻ. പിന്നെ ഏറ്റവും സുപ്രധാനമായിട്ട് ഇതിനകത്ത് പറയാനുള്ളത് ഇന്ത്യ-ഇസ്രായേൽ ഡിഫൻസിന്റെ സ്റ്റാഫ് മീറ്റിംഗ് നടന്നിട്ടുണ്ട്. ഇത് 13ാമത്തെ സ്റ്റാഫ് മീറ്റിംഗ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് ഫെബ്രുവരി 3-ാം തീയതി മുതൽ 6-ാം തീയതി വരെയായിരുന്നു ഇത് കണ്ടക്ട് ചെയ്യപ്പെട്ടിരുന്നത്. ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു മീറ്റിംഗ് നടത്തിയത്. ഇതിനകത്ത് ജോയിന്റ് ട്രെയിനിങ്, ടെക്നിക്കൽ ഷെയറിംഗ്, റീജിയണൽ സെക്യൂരിറ്റി, മ്യൂച്വൽ ഗ്രോത്ത്, ഷെയർഡ് ഇൻട്രസ്റ്റ് ആൻഡ് ട്രസ്റ്റ്, മെയിൻ ഫോക്കസ് ഓൺ വെസ്റ്റ് ഏഷ്യ, അതേപോലെ ഇൻഡോ പസഫിക്, ഈ ഒരു മേഖലയിലുള്ള സെക്യൂരിറ്റീസിനെ കുറിച്ചും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇന്ത്യക്കും ഇസ്രായേലിനും പണ്ട് തൊട്ടേ ഈ ഒരു ജോയിന്റ് മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അത് ഇന്ത്യ-ഇസ്രായേൽ ബന്ധം വളരെ ശക്തമാണ്. അത് ഏത് സാഹചര്യത്തിലായാലും, അവിടെ യുദ്ധം നടന്നാലും ശരി, ഇപ്പൊ ഇന്ത്യക്കുള്ളിൽ എന്തെങ്കിലും തീവ്രവാദ ആക്രമണം നടന്നാലും ശരി, ഏത് സാഹചര്യത്തിലും വളരെ ശക്തമാണ്. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, മറ്റൊരു രാജ്യം ഈജിപ്ത്, ഇസ്രായേലിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമായിട്ടുള്ള ഈജിപ്തിന്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യ വിസിറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ പുള്ളിക്കാരൻ ആ ഒരു വിസിറ്റ് ക്യാൻസൽ ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് ഇതുവരെ റീസൺ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യ തന്നെ വിലയിരുത്തുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുൽ ഫത്താഹ് അൽ-സിസി എന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് US-ലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മീറ്റിംഗ് US-ഉമായിട്ട് അവിടെ US-ന്റെ ഗവൺമെന്റ് മാറിയ സ്ഥിതിക്ക് US-ഉമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിനുശേഷം ഇന്ത്യയുമായിട്ട് കൺസിഡർ ചെയ്തുള്ള മീറ്റിംഗ്സ് ഏത് രീതിയിൽ നടത്തണം എന്നൊരു ചെറിയ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ലൈൻ എടുത്തതായിരിക്കാം എന്നാണ് ഇന്ത്യ വിലയിരുത്തുന്നത്. അത് ഇന്ത്യ ജസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൻസർ ആയിട്ടാണ് പുറത്ത് വിടുന്നതായിട്ട് കരുതപ്പെടുന്നത്. പക്ഷേ ഒഫീഷ്യലി അവിടെ നിന്ന്
ഒഫീഷ്യലി ഈജിപ്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിന്റെ എക്സ്പ്ലനേഷൻസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും ഈജിപ്തും ഇന്ത്യയും തമ്മിൽ ചില പർട്ടിക്കുലർ മേഖലയിലാണ് സഹകരിക്കുന്നത്. ആ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഒരു വർഷം ഈജിപ്ഷ്യൻ പ്രസിഡന്റിനെ നമ്മളുടെ ജനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ മച്ച് ബെറ്റർ ആണ് ഈജിപ്തുമായിട്ട്. ഈജിപ്ത് കുറച്ചുകൂടെ ഡിപ്ലോമാറ്റിക്കലി കാര്യങ്ങളൊക്കെ കാണുന്നതും അങ്ങനെ ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഗാസയെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലുമായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ, അതുപോലെ ഇസ്രായേലിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഡിഫൻസ് ഫോഴ്സിലുള്ള ആൾക്കാർ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിട്ടിരിക്കുന്ന അതേ ഒരു സാഹചര്യത്തിൽ അതിന്റെ തൊട്ടടുത്ത ദിവസം ഈജിപ്ഷ്യൻ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യ സന്ദർശിക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് OIC മേഖലയിലുള്ള രാജ്യങ്ങളായിക്കോട്ടെ, ഈ ഒരു അറബ് മേഖലയിലുള്ള രാജ്യങ്ങൾ ചിലപ്പം ഒരുപക്ഷെ അതിനെ മൈൻഡ്ഫുൾ ആയിട്ട് കണക്കാക്കണം എന്നില്ല. അങ്ങനെ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ എന്നിരുന്നാലും സൗദി അറേബ്യയിലെ ടീം, ഒരു എഡ്യൂക്കേഷൻ ടീം, അത് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ടീമാണ് ഇന്ത്യ വിസിറ്റ് ചെയ്ത് മടങ്ങിയത്. ആ 2 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഓരോ രാജ്യങ്ങൾക്ക് ഓരോ താല്പര്യങ്ങളാണ്. പക്ഷെ ഇവർ ഒഫീഷ്യലി ഒരു അനൗൺസ്മെന്റ് ഇവർ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർ എന്ത് കാരണം കൊണ്ടാണ് ഈജിപ്ത് ഈ ഒരു വരവ് മുടക്കിയത് എന്നുള്ളത് ഇതുവരെ വ്യക്തമല്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഇന്നലെ വാർത്തയിൽ മെൻഷൻ ചെയ്തിരുന്നു, ഗ്രീസിന്റെ റെപ്രസെന്റേറ്റീവ് ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇന്ത്യ സന്ദർശിച്ചു, ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ ചർച്ച നടത്തി. ഇതിൽ ഏറ്റവും കൂടുതൽ ഗ്രീസ് പ്രഷർ ചെയ്യുന്നത് IMEC എന്ന് പറഞ്ഞ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, അതാണ് ഏറ്റവും കൂടുതൽ പുള്ളി ഇൻസിസ്റ്റ് ചെയ്ത് സംസാരിച്ചത്. അതിന്റെ ഫർദർ ഡെവലപ്മെന്റ്സുകളും അതിനെക്കുറിച്ച് വളരെ ആകാംക്ഷയോട് നോക്കി കാണുന്നതാണ് ഒരു ഗ്രീസ്. കാരണം വേറെ ഒന്നുമല്ല, യൂറോപ്പിലേക്കുള്ള ഒരു മാർക്കറ്റ് ഗ്രീസ് ത്രൂ നടക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോയിന്റ്. ഇത് തുർക്കിക്കും കൂടെ ഒരു കൗണ്ടർ പോയിന്റ് ആയിട്ടാണ് കരുതുന്നത് ഗ്രീസ്. അത്രമാത്രം വാല്യൂ കൊടുത്തുകൊണ്ടാണ് ആ വിഷയം ചർച്ചയ്ക്കെടുത്തത്. തൽക്കാലമുള്ള മിഡിൽ ഈസ്റ്റ് മെഡിറ്ററേനിയൻ അന്തരീക്ഷം അനുസരിച്ച് ഇപ്പം നമുക്കത് പെട്ടെന്ന് മുന്നോട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലെങ്കിലും ആ ഒരു പ്രോജക്റ്റ് നമ്മളുടെ ലൈം ലൈറ്റിൽ ഇപ്പോഴും ഓൺ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അത് ഓഫ് ആയിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തുടരും എന്നാണ് ഇന്ത്യയും വിശ്വസിക്കുന്നത്, ഗ്രീസും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് സൗദി അറേബ്യയും ഇസ്രായേലും കൂടെ നോർമലൈസേഷൻ ആവണം എന്ന് പറഞ്ഞിട്ട് USA ഇത്രമാത്രം മൽപ്പിടുത്തം പിടിക്കുന്നത്. അങ്ങനെ ഒരു നോർമലൈസേഷൻ ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരു റൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ UAE ത്രൂ അഥവാ ഒമാൻ ത്രൂ, സൗദി അറേബ്യ ത്രൂ, ജോർദാൻ ത്രൂ ഇസ്രായേലിലൊക്കെ റീച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഇടയിൽ എത്ര സ്ഥലങ്ങളിൽ യുവമാർ ഈ ഒരു കോറിഡോറിന്റെ ഇടയിൽ വന്ന് നിന്ന് പൊട്ടിക്കുന്നതെന്ന് ആർക്കറിയാം. അവിടെയും പൊട്ടിത്തെറിക്കാൻ വരുമാര്. കാരണം ഈ ഒരു ഐഡിയോളജിക്ക് എതിരാണ് ഈ ഒരു IMEC കോറിഡോർ ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് സാധാരണ മനുഷ്യന്മാർക്ക് അതൊരു വിഷയമല്ല, ഐഡിയോളജിയിൽ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊക്കെ ഭയങ്കര വിഷയങ്ങളാണ്. അപ്പൊ എന്തായാലും ഗ്രീസിന് നമ്മൾ പ്രോമിസ് കൊടുത്തയച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഗ്രീസിന് നമ്മൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ വിഷയം ഇന്ത്യ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പൈൻസിന്റെ അംബാസിഡർ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ വേറെ ഒന്നുമില്ല, ഇന്ത്യയും ഫിലിപ്പൈൻസുമായിട്ട് ഏതാണ്ട് 70-75 വർഷത്തോളം പഴക്കമുള്ള രീതിയിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ആണ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുകൂടാതെ ഇന്ത്യ ഫിലിപ്പൈൻസിന്റെ ഒരു ഡിഫൻസ് പാർട്ട്ണറും കൂടിയാണ്. ഫിലിപ്പൈൻസുമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഡിഫൻസ് കരാറുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ നേവൽ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ ഫിലിപ്പൈൻസിൽ നമ്മൾ ചെയ്യാറുണ്ടെന്നുള്ളത്, അത്രമാത്രം ഡീപ്പ് ആൻഡ് ടൈസ് ഉണ്ട്, അത്രമാത്രം ഡീപ്പ് റൂട്ടഡ് റിലേഷൻഷിപ്പ് ഇന്ത്യയും ഫിലിപ്പൈൻസും തമ്മിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. എയറോ ഇന്ത്യ 2025 എന്ന് പറയുന്നത് ഇന്ത്യൻ ഡിഫൻസ് നടത്തുന്ന ഒരു എയർ ഷോ ആണ്. ഈ എയർ ഷോയിൽ പങ്കെടുക്കാൻ ഏതാണ്ട് 15ഓളം രാജ്യങ്ങൾ ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഫെബ്രുവരി 10 മുതൽ 14 തീയതി വരെയാണ് ഈ ഒരു എയർ ഷോ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂരിലാണ് ഈ ഒരു എയർ ഷോ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഭൂട്ടാന്റെ ആർമി ചീഫ് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊരു ടീമായിട്ടാണ് വിസിറ്റ് ചെയ്തത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു യൂഷ്വൽ വിസിറ്റ് ആണ്. 2025 അവരുടെ ഫസ്റ്റ് വിസിറ്റ്. ഇന്ത്യയാണ് ഭൂട്ടാന്റെ കംപ്ലീറ്റ് ഡിഫൻസും അവരുടെ പ്രൊട്ടക്ഷൻ കംപ്ലീറ്റ് റൈറ്റ്സും കൈവശം വെച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കണ്ടീഷനേ ഉള്ളൂ, ഭൂട്ടാൻ നമുക്ക് ഒരു അപ്രൂവൽ ലെറ്റർ തരണം. അതായത് ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒരു ത്രെട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ ആർമിയുടെ സഹായം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. അവർ ഇൻവൈറ്റ് ചെയ്യാതെ ചൈന പോകുന്ന പോലെ നമ്മൾ കടന്നു കയറി അങ്ങനെ എവിടെയും നമ്മൾ പോകത്തില്ല എന്നുള്ളതാണ്. അത് ഇന്ത്യൻ ഡിഫൻസിന്റെ ഒരു മൊറാലിറ്റിയാണ്. ആ മൊറാലിറ്റി നമ്മൾ ഭൂട്ടാനുമായിട്ട് കീപ്പ് ചെയ്യുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തായാലും അവർ ഒരു 3 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ പൂർത്തീകരിച്ച് അവർ ഭൂട്ടാനിലോട്ട് മടങ്ങുകയാണ്. പിന്നെ നമ്മൾ ഈജിപ്തിന്റെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈജിപ്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയുമായിട്ട് IT, ഫാർമസ്യൂട്ടിക്കൽ, അതേപോലെ റിന്യൂവബിൾ എനർജി, ഈ ഒരു 3 മേഖലയിലാണ് ഈജിപ്ത് ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നതും നമ്മളുമായിട്ടും എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നതും. അപ്പൊ ഈ വക കാര്യങ്ങൾ മാത്രമാണ് സഹകരണമുള്ളത് ഈജിപ്തുമായിട്ട്. അപ്പൊ ഇത് ഒരു ഫസ്റ്റ് മീറ്റിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ 2 രാജ്യങ്ങൾ തമ്മിൽ ഒരു ബൈലേറ്ററൽ കരാർ ഒപ്പിടാനുള്ള ഒരു ഫസ്റ്റ് മീറ്റിംഗ് ആണ്, ഇനിഷ്യൽ മീറ്റിംഗ് ആയിരുന്നു. ആ ഒരു മീറ്റിംഗ് ആണ് ഈജിപ്ത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം റദ്ദാക്കി കളഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തൊരു വാർത്തയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഡീപ് സീക്ക് ഓസ്ട്രേലിയ ഫുൾ ബാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഫുള്ളി ബാൻഡ് ആണ് ഡീപ് സീക്ക്. കാരണം ഇത് ആ ഇറങ്ങിയ സമയത്ത് ആ ഒരു ബൂമിംഗ് എന്ന് പറഞ്ഞ ആ ഒരു വാർത്ത കേട്ട പോലെയുള്ള സംഗതി അല്ല ഇത് കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ച് വരുമ്പോഴാണ് ഇതിന്റെ ചില പോരായ്മകളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതും. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് വർത്തി അല്ല എന്നുള്ള ഒരു വിഷയമാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഇതിനകത്ത്
ചിന്തിക്കുന്ന വിഷയം. കാരണം ടിക്ടോക്ക് ഒക്കെ ഇന്ത്യ ബാൻ ചെയ്തത് എന്തുകൊണ്ടാണ്? വാലിഡ് റീസൺ കൊണ്ടാണ്. അവര് കസ്റ്റമേഴ്സിന്റെ ഡേറ്റ ചോർത്തുന്നു എന്നുള്ളത് 100% വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ആപ്പ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ ചോർത്തിക്കൊണ്ട് പോകും. ഒരു ഫോട്ടോ എടുത്താൽ ആ ഫോട്ടോ അവർ ചോർത്തിക്കൊണ്ട് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തായാലും വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.